ബാക്ക് ടു സൈലന്റ് ലേണിംഗ് അക്കാദമിസ് ആണ്. അപ്പൊ നമ്മുടെ യുഎസ്എസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്: പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ത്രൂ ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ ഈസ് കോൾഡ്. അതായത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേഷണം അത് ഏത് രീതിയാണെന്നാ ചോദിച്ചിട്ടുള്ളത്. കൺവെക്ഷൻ, റേഡിയേഷൻ, കണ്ടക്ഷൻ, നൺ ഓഫ് ദീസ് അല്ലെ. സംവഹനം, പ്രേഷണം, ചാലനം ഇതൊന്നും അല്ല. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് കൺവെക്ഷൻ അഥവാ സംവഹനമാണ്. ബിക്കോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ തന്മാത്രകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ, ബൈ ദ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ അഥവാ തന്മാത്രകളുടെ സ്ഥാനമാറ്റം നടന്നുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ഹീറ്റ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്, താപം ഇങ്ങനെ പ്രേഷണം ചെയ്യപ്പെടുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ ഓർത്തു വയ്ക്കുക. ആൻഡ് അതോടൊപ്പം അടുത്തൊരു ചോദ്യമുണ്ട്: വാട്ട് ഈസ് ദ മെയിൻ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ്. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും ഏത് വഴിയാണ്? അപ്പൊ ഇപ്പൊ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചത് തന്നെയാണ് ഇതിന്റെ ഉത്തരവ് അല്ലെ. ദ്രാവകമായിക്കോട്ടെ വാതകമായിക്കോട്ടെ അവിടെ ഹീറ്റ് ട്രാൻസ്മിഷൻ നടക്കുന്നത് ഏത് വഴി തന്നെയാണ്? കൺവെക്ഷൻ അഥവാ സംവഹനം വഴിയാണ്. അതായത് അതിനകത്തുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. സോളിഡിന്റെ കേസിൽ മാത്രമായിരുന്നു ഏത് വരുന്നത്, കണ്ടക്ഷൻ അഥവാ ചാലനം വരുന്നത് അല്ലെ. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അടുത്തൊരു ചോദ്യം ഇതാണ്: ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ഈസ് ലെസ് ഇൻ സ്റ്റീൽ സ്പൂൺ, പീസ് ഓഫ് വുഡ് അല്ലെ, മരക്കഷ്ണമുണ്ട്, അലൂമിനിയം വയർ, കോപ്പർ വയർ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് നമ്മൾ പഠിച്ചത്? യെസ്, ഗുഡ് കണ്ടക്ടേഴ്സും പുവർ കണ്ടക്ടേഴ്സും അല്ലെ, സുചാലകവും കുചാലകവും ഉണ്ട്. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ സ്റ്റീൽ സ്പൂണും അലൂമിനിയം വയറും കോപ്പർ വയറും ഒക്കെ എന്താണ്, ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് അല്ലെ, സുചാലകങ്ങളാണ്. അപ്പൊ അതില്ലാത്തത് ആരാണ്? നമ്മുടെ പീസ് ഓഫ് വുഡ് അല്ലെ, മരക്കഷ്ണമാണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ വെക്കുന്നുണ്ട്. അതാ നോക്കിയോ: വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പാൻഡ് മോസ്റ്റ് ഓൺ ഹീറ്റിംഗ് അല്ലെ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ചൂട് നൽകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വികസിക്കുന്നുണ്ട്. സോളിഡ് ആയിക്കോട്ടെ, ലിക്വിഡ് ആയിക്കോട്ടെ, ഗ്യാസ് ആയിക്കോട്ടെ, എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ആരിലാണ് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ കൃത്യമായിട്ട് വായിച്ചിട്ട് ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. അപ്പൊ മക്കൾ മറക്കണ്ട, നമ്മുടെ 7ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനും ആനുവൽ എക്സാമിനും യുഎസ്എസിനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബാച്ചാണ് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെഗാ ഓഫർ 30% ഓഫ് ഉണ്ട് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ അഡ്വെഞ്ചേഴ്സിൽ നമ്മുടെ ഫാമിലിയിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. അപ്പൊ മറക്കണ്ട, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീണ്ടും കാണാടാ. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.